തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ ബി.ജെ.പി. കൗൺസിലർ പിടിയിലായി. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെയാണ് ഒളിവിൽ കഴിയവെ അതിസാഹസികമായി പോലീസ് പിടികൂടിയത്. അനുയായികൾ പോലീസിനെ വളഞ്ഞതോടെ SHO ആകാശത്തേക്ക് വെടിയുതിർത്തു. മേഘന മുരളി ഉണ്ട് വിവരങ്ങൾ നൽകാനായി. മേഘന, ഈ അനുയായികൾ പോലീസിനെ വളഞ്ഞു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഒരു സംഘർഷഭരിതമായ സാഹചര്യമായിരുന്നോ അവിടെ? തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ ബി.ജെ.പി. കൗൺസിലർ പിടിയിലായിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ട ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. വാഴോട്ടുകുണം വാർഡ് കൗൺസിലർ സുഗതനെയാണ് പിടികൂടിയത്. മേഘന മുരളിയുണ്ട്. മേഘന, വിവരങ്ങൾ. അമൃത, അല്പസമയം മുന്നെയാണ് വാഴോട്ടുകോണത്ത് നിന്ന് ബി.ജെ.പി. വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നാടകീയ രംഗങ്ങൾ ഉണ്ടായിരുന്നു. ഫലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഞാനുള്ളത് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയും ബി.ജെ.പി. പ്രവർത്തകരടക്കം എത്തിയിട്ടുണ്ട്. നിലവിൽ ഈ പിടികൂടിയിട്ടുള്ള പ്രതിയായിട്ടുള്ള സുഗതനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ ഇവിടെ നിന്ന് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത് പോലീസ് വട്ടിയൂർക്കാവ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ പ്രതിയെ പിടികൂടുകയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ബി.ജെ.പി. അനുയായികളെ മാറ്റുകയും ചെയ്തു. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇവിടെ നിന്നും ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗമെന്നത് ഈ പ്രതിയെ പിടികൂടാനായി എത്തുന്നു, അപ്പോൾ ബലം പ്രയോഗിക്കുന്നു, അതുപോലെ തന്നെ അനുയായികൾ പോലീസിനെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് പോലീസ് പറയുന്നത്. അങ്ങനെ കൂടുതൽ ബലപ്രയോഗത്തിലൂടെയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം പ്രതിയെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ഈ പ്രതിയായിട്ടുള്ള വട്ടിയൂർക്കാവ് വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതന്റെ പേരിലുള്ള കേസ് എന്ന് പറയുന്നത് വധശ്രമ കേസാണ്. മുന്നേയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് സുഗതൻ. അതിൽ ഈ വാർഡ് കൗൺസിലറായി അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിത്വം അടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് ഉത്സവപ്പറമ്പിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഘർഷത്തിന് പിന്നാലെയാണ് വീണ്ടും കേസ് ഉണ്ടാവുകയും വധശ്രമത്തിനടക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഈ സുഗതൻ ഒളിവിലായിരുന്നു. പിന്നീട് വാഴോട്ടുകോണത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വാഴോട്ടുകോണത്ത് എത്തുകയും ഈ സുഗതനെ പിടികൂടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷം ബലം പ്രയോഗിക്കുന്നു, അതുപോലെ തന്നെ നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നു. വട്ടിയൂർക്കാവ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ അനുയായികളെ മാറ്റുകയും പിന്നീട് ബലം പ്രയോഗിച്ച് ഈ സുഗതനെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗം. എന്നാൽ ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ബി.ജെ.പി. പ്രവർത്തകർ പ്രശ്നം സൃഷ്ടിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബി.ജെ.പി. പ്രവർത്തകർ പറയുകയും ചെയ്യുന്നത്. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ പ്രവർത്തകരടക്കം ഇവിടേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ തന്നെയാണ് നേരത്തെ പിടികൂടുന്നതിനിടയിൽ തന്നെ വലിയ പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കാനായി ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണല്ലോ. അവിടെയും ഈ ബി.ജെ.പി. പ്രവർത്തകരുടെ ഒരു സാന്നിധ്യമുണ്ടോ മേഘന? തീർച്ചയായും അമൃത, ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നിലും അതുപോലെ തന്നെ ഈ ജനറൽ ഹോസ്പിറ്റലിലും ബി.ജെ.പി. പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. അവർ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഇങ്ങനൊരു പ്രശ്നം സൃഷ്ടിച്ചത് പോലീസാണ്. അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ അനുയായികൾ പോലീസിനെ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ടാണ് ആകാശത്തേക്ക് വെടിവെക്കുകയും അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ നിന്ന് ഈ വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതനെതിരെ ജാമ്യം നിഷേധിച്ചിരുന്നു. മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ പിടികൂടണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വാഴോട്ടുകോണത്ത് വാർഡിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടേക്ക് എത്തുകയും അങ്ങനെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ അത് തടയുന്ന ഒരു സാഹചര്യമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് പോലീസ് ഇടപെടുകയും ആകാശത്തേക്ക് വെടിവെച്ച് ഈ പ്രവർത്തകരെ നീക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ബി.ജെ.പിയുടെ ഭാഗത്ത് വലിയൊരു പ്രതിഷേധമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതായത് അനുയായികൾ വളയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണമായി വരികയും ചെയ്യും. നേതാക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ മേഘന? അമൃത, നിലവിൽ ഇവിടെ നേതാക്കളൊന്നും എത്തിയിട്ടില്ല. കൂടാതെ നേതാക്കളുടേതായിട്ടുള്ള പ്രതികരണവും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ പ്രാദേശികമായുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ പോലീസിന്റെ അടക്കം പ്രതികരണം നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൽ എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നടക്കമുള്ളത് അറിയില്ല. ബാക്കി കാര്യങ്ങൾ അറിയില്ല. അത് SHOയോട് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഡ്യൂട്ടിക്കായിട്ടല്ല. ആകാശത്തേക്ക് വെടിവെക്കേണ്ട സാഹചര്യം ഇല്ല, ഞങ്ങളിവിടെ എല്ലാവരുടെ ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ടുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. സാധാരണ പ്രശ്നം ഉണ്ടായിരുന്നു.
അല്ലല്ല, ഇവിടെ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേലാൻഡ് ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ടുള്ളതാണ്. ബാക്കി കേസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയില്ല. അല്ല, അതൊന്നും ഇപ്പോൾ അറിയില്ല. ഞങ്ങൾ വന്നേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അമൃത, അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ ആകാശത്തേക്ക് വെടിവെച്ച് പ്രതിയെ പിടികൂടേണ്ട ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അതിൽ ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. അതിൽ ഒരു ജനപ്രതിനിധി വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതനെയാണ് നിലവിൽ അത്തരത്തിൽ പിടികൂടിയിട്ടുള്ളത്, അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാപ്പ കേസിലെ പ്രതിയാണ് സുഗതൻ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അവസാനമായി ഉത്സവപ്പറമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വധശ്രമ കേസ് പോലീസ് ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ ഒളിവിൽ പോയി. അതിനുശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒളിവിൽ കഴിയുന്നതിനിടയിൽ തന്നെ പോലീസ് വലിയ തിരച്ചിൽ നടത്തി. അതിനുശേഷം വാഴോട്ടുകോണത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ എത്തുന്നത്. അതിൽ BJP അനുയായികൾ വളയുന്നു. അങ്ങനെ കൂടുതൽ പോലീസ് സംഘമടക്കം ഈ വാഴോട്ടുകോണത്തേക്ക് എത്തുകയും ചെയ്തിട്ട് എന്തായാലും കൂടുതൽ BJP പ്രവർത്തകരടക്കമാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൽ അവർ പ്രതിഷേധിക്കുന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും മുദ്രാവാക്യം വിളിച്ചാണ് സുഗതൻ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതിൽ ഈ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ BJP അനുയായികൾ പോലീസിനെ വളയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ ഭാഗം. പക്ഷേ പോലീസ് അങ്ങനെയല്ല പറയുന്നത്. SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ച് നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഈ വാർഡ് കൗൺസിലറെ പിടികൂടി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മുന്നേയും ഇത്തരത്തിൽ BJP പ്രതിഷേധങ്ങളും അങ്ങനെ പോലീസിനെതിരെ BJP മേഖലയിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ BJP കൗൺസിലറെ അല്പസമയം മുമ്പാണ് പിടികൂടിയത്. വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെയാണ് ഒളിവിൽ കഴിയുന്നതിനിടയ്ക്ക് പോലീസ് പിടികൂടുന്നത്. അവിടെ ഒരു ആകാശത്തേക്ക് വെടിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം ഈ അനുയായികൾ പോലീസിനെ വളഞ്ഞതോടെയാണ് SHOയ്ക്ക് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ BJP പ്രവർത്തകർ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി SHO മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മെഡിക്കൽ ടെസ്റ്റിനായി കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെയും നിരവധി പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മേഘന തുടരുന്നുണ്ട്. മേഘന, ഈ BJP പ്രവർത്തകരുടെ പ്ലാൻ എന്താണ് നിലവിൽ? മേഖലയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒരുപാട് BJP പ്രവർത്തകർ ഇപ്പോഴും ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. മേഘന മുരളി തുടരുന്നുണ്ട്. മേഘന, പറയൂ, ഈ BJP പ്രവർത്തകരുമായി സംസാരിച്ചോ? അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്? അമൃത, BJP പ്രവർത്തകർ നിലവിലും പറയുന്നത് ഇത്തരത്തിലൊരു ജനപ്രതിനിധിയെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറെ ഈ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതൻ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുപോയിട്ടാണുള്ളത്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. അവിടെയും ഈ ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്തും നിരവധിയായിട്ടുള്ള BJP പ്രവർത്തകർ എത്തുന്നു. അവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അവർ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം, അതായത് ഇത്തരത്തിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അവിടെയുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല. പക്ഷേ പോലീസ് പറയുന്നത് ഈ പോലീസിനെ അനുയായികൾ BJP പ്രവർത്തകർ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷേ വട്ടിയൂർക്കാവ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ പ്രവർത്തകരെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഇന്ന് തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമോ അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാകാനുണ്ട്. എന്തായാലും ഈ സുഗതൻ അത് കാപ്പ കേസിൽ തന്നെയാണ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിൽ BJPയുടെ പ്രതിഷേധം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് പോലീസ് അങ്ങനൊരു ക്രമസമാധാന പ്രശ്നമില്ലാതെ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം സൃഷ്ടിച്ച് വാർഡ് കൗൺസിലറെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. മുന്നേ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വട്ടിയൂർക്കാവ് പോലീസിനെതിരെ BJP പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അത് പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. അതിന് തുടർച്ചയായി തന്നെയാണ് നിലവിലും ഈ പോലീസിനെതിരെ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മനഃപൂർവ്വം പോലീസ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണോ BJP പ്രവർത്തകരുടെ പക്ഷം?
അമൃത, അങ്ങനെയാണ് BJP പ്രവർത്തകർ പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസ് SHO ആകാശത്തേക്ക് വെടിവെക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് വെറുതെ ആകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൽ SHO വിപിൻ്റെ അടക്കം വിശദീകരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടായത്, അതുപോലെ തന്നെ ബലപ്രയോഗത്തിലൂടെയാണ് ഈ പോലീസ് സുഗതനെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗം. ഇതിൽ കൂടുതൽ പോലീസുകാരടക്കം ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്കും അതുപോലെ തന്നെ ഈ പ്രശ്നമുണ്ടായ വാഴോട്ടുകോണം ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഈ സുഗതൻ കുറച്ചധികം ദിവസമായി ഒളിവിലായിരുന്നു. അതിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചൊരു സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ അത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഴോട്ടുകോണം തന്റെ വാർഡിൽ എത്തിയിട്ടുണ്ട് സുഗതൻ എന്നുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോലീസ് അവിടെ എത്തുകയും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ഈ അനുയായികളും അതുപോലെ തന്നെ BJP പ്രവർത്തകരും ഒക്കെ പോലീസിനെ വളയുകയും ഈ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അറസ്റ്റ് തടയും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവ വികാസങ്ങളിലേക്ക് പോവുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കൂടുതൽ പ്രവർത്തകർ ഈ ഒരു ഭാഗത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഈ പ്രവർത്തകരെ മാറ്റാനായാണ് ഒരു സ്വയം രക്ഷിക്കുന്ന രീതിയിലാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. ഇനി അത് മറ്റേതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാകാനുണ്ട്. എന്തായാലും അത് BJP രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ BJP രാഷ്ട്രീയ ആരോപണമായി എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വട്ടിയൂർക്കാവ് പോലീസിനെതിരെ മുൻപും ഇത്തരത്തിൽ BJP ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ ഇത് തീർക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ BJPയോട് വ്യക്തിപരാഗ്യം തീർക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ BJP നേതാക്കളടക്കം വട്ടിയൂർക്കാവ് പോലീസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും അത്തരത്തിൽ BJP ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ എന്തുണ്ടായി എന്നുള്ള കാര്യം അത് SHO വിശദീകരണം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ അവിടെ അത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ ഭാഗം. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ തുടർനീക്കങ്ങൾ ഇനി എന്തായിരിക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. രാത്രി തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ എത്തിക്കുമോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.